Good morning, children. How are you? Hope you all are safe at home. കഴിഞ്ഞ ചാപ്റ്റർ എല്ലാവരും നന്നായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ചില്ല എങ്കിൽ ഇനിയും സമയമുണ്ട്, വേഗം പഠിക്കുക. Last class we had studied about how is our eye protected. Today we are going to study the structure of our eye. Look at this picture. This is the eye muscle. This eye muscle in our eyes. Okay, then see this picture. Which are the layers of our eyes? Sclera, choroid and retina. Outermost layer sclera, middle layer choroid and inner layer retina. Look at this picture. In front of the sclera, a transparent projection is seen, and that part is called cornea. This is the cornea, and through which light enter into the eye. കണ്ണിലേക്ക് പ്രകാശം കടക്കുന്നത് കോർണിയയിലൂടെയാണ്. കോർണിയ അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്ലീറ, അപ്പോൾ ആ സ്ക്ലീറയുടെ ഫ്രണ്ടിലാണ് ആ ട്രാൻസ്പാരൻറ്റ് പ്രൊജക്ഷൻ, ആൻഡ് ദിസ് പാർട്ട് ഈസ് കോൾഡ് കോർണിയ. ഇനി അനദർ സ്ട്രക്ചർ ദാറ്റ് ഈസ് കൺജങ്ക്റ്റൈവ. അതായത് ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ സ്ക്ലീറ എക്സെപ്റ്റ് കോർണിയ. അപ്പോൾ കോർണിയ ഇല്ലാതെയുള്ള ആ വൈറ്റ് കളറിൽ സ്ക്ലീറയെ കവർ ചെയ്യുന്ന പാർട്ടാണ് ഏത്? കൺജങ്ക്റ്റൈവ. അതായത് കോർണിയ ഇല്ലാതെ സ്ക്ലീറയുടെ പാർട്ട്, ഈ പാർട്ട്, this region, and this part is called conjunctiva. അപ്പോൾ കോർണിയ, കൺജങ്ക്റ്റൈവ. ഇനി സെക്കൻഡ് ലെയർ ഏതാണ്? കോറോയിഡ്. സോ ഇൻ ഫ്രണ്ട് ഓഫ് ദ കോറോയിഡ് we can see a screen-like structure. This is the screen-like structure, and this screen-like structure is called iris. ഇതാണ് iris. And a pigment melanin gives iris a dark color. അപ്പോൾ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ് ഇതിന് ഡാർക്ക് കളറ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെലാനിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഈ കണ്ണിൻ്റെ നിറത്തിൽ വ്യത്യാസം വരുന്നു. അതായത് നമ്മുടെ ആ വെളുത്ത കണ്ണിൽ മുന്തിരി പോലെ കാണുന്ന പാർട്ടാണ് ഈ ഐറിസ്. അപ്പോൾ അതിൽ ചിലപ്പോൾ മെലാനിൻ്റെ അളവ് കുറഞ്ഞിരുന്നാൽ അത് ബ്രൗൺ ആയിട്ടും ബ്ലൂ ആയിട്ടും ഒക്കെ കാണുന്നു. മെലാനിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ആ പാർട്ട് ഡാർക്കായിട്ട് ഇരിക്കുന്നു. ദെൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഐറിസിൻ്റെ സെൻറ്ററിൽ നോക്കുക. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ് we can see an aperture, and this aperture is called pupil അഥവാ കൃഷ്ണമണി, pupil. The size of this aperture increases and decreases depending on the intensity of light. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഈ അപ്പറേച്ചറിൻ്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നു. മനസ്സിലായി? അപ്പം ഐറിസ്, പീപ്പിൾ, കോർണിയ, കൺജങ്ക്റ്റൈവ. ക്ലിയർ ആയല്ലോ? ദെൻ അനദർ സ്ട്രക്ചർ സീൻ ഇൻ ദ ഇന്നർമോസ്റ്റ് ലെയർ. വിച്ച് ഈസ് ദ ഇന്നർമോസ്റ്റ് ലെയർ? റെറ്റിന. ദാറ്റ് ഈസ് yellow spot. This is the yellow spot. Look here. This is the yellow spot. Here
plenty of photoreceptors are seen. It is the point of maximum visual clarity. ഏറ്റവും കൂടുതൽ വിഷനുള്ള പാർട്ടാണ് ഏത്? യെല്ലോ സ്പോട്ട്. അപ്പം അത് എവിടെയാണ് കാണുന്നത്? റെറ്റിനയിലാണ്. ഇനി അനദർ പാർട്ട് സീൻ ഇൻ ദ റെറ്റിന ഈസ് ബ്ലൈൻഡ് സ്പോട്ട്. ദിസ് ഈസ് ദ ബ്ലൈൻഡ് spot, and here there is no vision as photoreceptors are absent. അവിടെ ഫോട്ടോറിസെപ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റില്ല ഒന്നും. അപ്പോൾ മാക്സിമം റിസെപ്റ്റേഴ്സ് ഉള്ളത് എവിടെയാണ്? യെല്ലോ സ്പോട്ടിൽ. മാക്സിമം റിസെപ്റ്റേഴ്സ് ഉള്ളത് യെല്ലോ സ്പോട്ടിൽ. റിസെപ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്ത പാർട്ടാണ് ബ്ലൈൻഡ് സ്പോട്ട്. Isn't it? Then this is the optic nerve. This part is the optic nerve. This is the optic nerve. Optic nerve transmits impulses from photoreceptors to the visual centers in the brain. Optic nerve ആണ് ഈ മെസ്സേജ് ഇമ്പൾസ് ബ്രെയിനിൽ എത്തിക്കുന്നത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? അപ്പം ഈ ഓപ്റ്റിക് നെർവിലൂടെയാണ് ഇമ്പൾസ് ബ്രെയിനിലെത്തുന്നത്. അപ്പോഴാണ് നമ്മൾ കാഴ്ച എന്നുള്ള അനുഭവം അറിയുന്നത്. സോ ദീസ് ആർ the different structures. Then there is another structure seen behind the cornea. കോർണിയയുടെ പിറകിലായിട്ട് നമുക്ക് ലെൻസ് കാണാം അല്ലേ? This is the lens seen behind the cornea. And it is elastic in nature. Elastic nature ആയിരിക്കും, ട്രാൻസ്പാരൻ്റ് ആയിരിക്കും, ആൻഡ് കോൺവെക്സ് ലെൻസാണ്. നമ്മുടെ ഐയിലെ ലെൻസ് കോൺവെക്സ് ലെൻസാണ്. ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കോറോയിഡ് ബൈ സീലിയറി മസിൽസ് ആൻഡ് ലിഗമെൻറ്റ്സ്. അപ്പോൾ ആ ലെൻസ് ചുമ്മാതെ അവിടെ വെച്ചിരിക്കുകയല്ല, പിന്നെന്താണ്, അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടിട്ടാണ്? സീലിയറി മസിൽസും അതുപോലെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ലിഗമെൻറ്റ്സ് കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. സോ ദിസ് ഈസ് ദ സീലിയറി മസിൽ ആൻഡ് ലിഗമെൻറ്റ്സ്. സീലിയറി മസിൽസും ലിഗമെൻറ്റ്സും ലെൻസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സീലിയറി മസിൽസും ലിഗമെൻറ്റ്സും കൊണ്ടാണ്. അപ്പോൾ സീലിയറി മസിൽസ് സീ എറൗണ്ട് ദ ലെൻസ്. ലെൻസിന് ചുറ്റും സീലിയറി മസിൽസ് കാണാം. ആൻഡ് ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദീസ് മസിൽസ് ഓൾട്ടർ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. ലെൻസിൻ്റെ കർവേച്ചർ കൂട്ടുന്നതും കുറയ്ക്കുന്നതിനും സീലിയറി മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സീലിയറി മസിൽസും ലിഗമെൻറ്റ്സും, അപ്പോൾ ലിഗമെൻറ്റ്സ് ഈ ഇവിടെ കാണുന്ന, അതായത് ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സും സീലിയറി മസിൽസും മനസ്സിലായല്ലോ? യെസ്, വെരി ഗുഡ്. ദെൻ ദർ ഈസ് അനദർ സ്ട്രക്ചർ, that is two chambers are seen in front of the lens and behind the lens. ലെൻസിൻ്റെ മുമ്പിലും പുറകിലും ഓരോ ചേമ്പേഴ്സ് കാണാം. ലെൻസിൻ്റെ പുറകിലുള്ളത് വലിയൊരു ചേമ്പർ, ലെൻസിൻ്റെ ഫ്രണ്ടിലുള്ളത് ചെറിയൊരു ചേമ്പറുമാണ്. അപ്പം ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ്, ലെൻസിൻ്റെ ഫ്രണ്ടിലുള്ള ചേമ്പറിനെ നമ്മൾ എന്ത് പറയുന്നു? aqueous chamber, and it is filled with a fluid called aqueous humor, and this aqueous humor is formed from the blood and reabsorbed into the blood. നമ്മൾ ബ്രെയിൻ പഠിച്ചപ്പോൾ CSF പഠിച്ചല്ലേ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുകയും ബ്ലഡിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ്. അതുപോലെ തന്നെ ഇവിടെയും ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുകയും ബ്ലഡിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്ന ഫ്ലൂയിഡാണ്. ആൻഡ് ദിസ് ഫ്ലൂയിഡ് aqueous humor provides new oxygen and nourishment to the tissues of the eyes. ഐക്ക് നറിഷ്മെൻറ്റും ഓക്സിജനും കൊടുക്കുന്നത് aqueous humor ആണ്.
and behind the lens there is a large chamber, and this is called vitreous chamber, and it is filled with a jelly-like substance called vitreous humor. Vitreous humor. And this vitreous humor helps in maintaining the shape of the eye. ഐക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്നത് ഈ വിട്രിയസ് ഹ്യൂമറാണ്. ഐക്ക് ഷേപ്പ് കൊടുക്കുന്ന പാർട്ടാണ് ഇത്. അത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഈ വിട്രിയസ് ഹ്യൂമർ. ഇതെല്ലാം ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇവിടെ ഉള്ള ആക്വസ് ഹ്യൂമർ എങ്ങനെയാണ്? വാട്ടറിയാണ്. വാട്ടറി നേച്ചർ, വാട്ടറി ഫ്ലൂയിഡ്, അതായത് ഒരു ഫ്ലൂയിഡ് പോലെ അത് ഒഴുകുന്നതാണ് അല്ലേ? അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. സോ സർട്ടൻ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. യു ഷുഡ് റൈറ്റ് ദ ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, വിച്ച് ആർ ദ ലെയേഴ്സ് ഓഫ് ദ ഐ ആൻഡ് ദെയർ ഫങ്ഷൻ. നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ദെൻ സെക്കൻഡ് വൺ, പൊസിഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ലെൻസ് ആൻഡ് കോർണിയ. കോർണിയയുടെ പൊസിഷൻ, അതുപോലെ ലെൻസിൻ്റെ പൊസിഷൻ, സിഗ്നിഫിക്കൻസ്. ദെൻ പൊസിഷൻ ഓഫ് ഐറിസ് ആൻഡ് പീപ്പിൾ. എവിടെയാണ് ഐറിസും പ്യൂപ്പിളും കാണുന്നത്? ദെൻ ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രസൻറ്റ് ഇൻ ദ ഐ. ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. സോ യു ഷുഡ് റൈറ്റ് ദീസ് ആൻസേഴ്സ് ഇൻ യുവർ science diary, and also you should draw a neat diagram of eye and label different parts. Okay, thank you.